ഈ സെഗ്മെൻറ്റിൽ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എന്താണ് എന്നാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഒരു ഫംഗ്ഷന് ഫൊറിയർ സീരീസ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശ്യം? ഫൊറിയർ സീരീസ് ബേസിക്കലി ഒരു ട്രിഗണോമെട്രിക് സീരീസ് ആണ്. ട്രിഗണോമെട്രിക് സീരീസ് എന്ന് പറയുമ്പോൾ സൈൻ ടേംസും കൊസൈൻ ടേംസും ഇൻവോൾവ് ചെയ്യുന്ന ഒരു സീരീസ്. ആ സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കൺവെർജൻ്റ് ആയിട്ടുള്ള ആ ഫംഗ്ഷൻ പീരിയോഡിക് ആയിരിക്കണം. കാരണം സൈനും കോസും പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് സൈൻ കോസ് ടേംസ് ഇൻവോൾവ് ചെയ്യുന്നൊരു സീരീസ് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺവെർജൻ്റ് ലിമിറ്റ് കൺവെർജ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ ലിമിറ്റായിട്ട് വരുന്ന ഫംഗ്ഷൻ ഉറപ്പായിട്ടും പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻസിനാണ് നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സി Fourier series is a series of this form: a0/2 plus sigma an cos of n pi by lx plus bn sin of n pi by lx where n from 1 to infinity. നോക്കൂ, ഈ സീരീസിൻ്റെ പ്രത്യേകത, അതിൽ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടേം ചിലപ്പോൾ 0 വരാം. എനിവേ ജനറലായിട്ട് പറയുമ്പോൾ അതിന് കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. a0 ആണ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു സിമെട്രിക് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയാണ് a0/2 എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ. ഓക്കെ, സിഗ്മ എ എൻ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് പ്ലസ് ബി എൻ സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ്. അപ്പോൾ കോസ് ടേംസ് ഉണ്ട്, സൈൻ ടേംസ് ഉണ്ട്. കോസ് ടേംസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എ എൻ. എ എൻ ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് cosine terms. Okay, bn's are the coefficients of sine terms. ഈ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ആണ്. എന്താണ് കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെ പീരിയഡ് എന്താണ്? കോസ് എക്സിൻ്റെ പീരിയഡ് 2π ആണ്. ഓക്കെ, അപ്പോൾ കോസ് എൻ പൈ ബൈ എൽ എക്സിൻ്റെ ഫണ്ടമെൻ്റൽ പീരിയഡ് വരിക, അല്ലെങ്കിൽ ഒരു പീരിയഡ് വരിക 2π ബൈ എൻ പൈ ബൈ എൽ ആണ്. ദാറ്റ് മീൻസ് പൈ ക്യാൻസൽ ചെയ്ത് പോയാൽ 2l ബൈ എൻ. ഓക്കെ, 2l ബൈ എൻ. ഇതാണ് കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും പീരിയഡ്. ഇവിടെ എൻ എന്ന് പറയുന്നത് 1 to ഇൻഫിനിറ്റിയിൽ വേരി ചെയ്യും. അപ്പോൾ കോസ് എന്നിന് 1 കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ എൽ എക്സ്, സൈൻ പൈ ബൈ എൽ എക്സ്. ഓക്കെ, 2 കൊടുക്കുമ്പോൾ 2π ബൈ എൽ എക്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ പീരിയഡ് വരുന്നത് എന്താണ്? 2l ആണ് പീരിയഡ് വരുന്നത്. പിന്നെ അടുത്തത് എന്നിന് 2 കൊടുക്കുമ്പോൾ 2l ബൈ 2. ഓക്കെ, 2l ബൈ 3 ആൻഡ് സോ ഓൺ. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻസിൻ്റെ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും പീരിയഡുകൾ വരിക. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് കോസ് എൻ പൈ ബൈ എൽ എക്സ്, സൈൻ എൻ പൈ ബൈ എൽ എക്സിന് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പീരിയഡ് എന്ന് പറയുന്നത് 2l ആണ്. കാരണം 2l ഇവരുടെ എല്ലാവരുടെയും മൾട്ടിപ്പിൾ തന്നെയാണ്. 2l ബൈ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2l കിട്ടും. 2l ബൈ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2l കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പീരിയഡിൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ മൾട്ടിപ്പിൾ വീണ്ടും പീരിയഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സിനും സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു പീരിയഡ് 2l ആണ്. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൺവെർജ് സേ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ഈ സീരീസ് കൺവെർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എഫ് ഓഫ് എക്സും എന്ത് തന്നെ ആയിരിക്കണം? പീരിയോഡിക് ആയിരിക്കണം. ആൻഡ് ഈസ് ഓഫ് പീരിയഡ് 2l. So since cos of n pi by lx and sin of n pi by lx are periodic with period 2l, 2l എന്ന് പറയുന്നത് ഈ എല്ലാ എന്നിനും പീരിയഡാണ് 2l എന്ന് പറയുന്നത്. ഓക്കെ, ദ സം ഓഫ് ദി എബവ് സീരീസ്, ഈ സീരീസിൻ്റെ സം അത് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ദ സം ഓഫ് ദി എബവ് സീരീസ് ഇഫ് എക്സിസ്റ്റ് വിൽ ഓൾസോ ബി പീരിയോഡിക് ഓഫ് പീരിയഡ് 2l. അപ്പോൾ ഇതിൻ്റെ ഈ സമ്മിനെ നമുക്ക് ഫോർ ദ ടൈം ബീങ് എഫ് ഓഫ് എക്സ് ആണെന്ന് എടുക്കുക. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ദ സം. f of x equal to a0 by 2 plus sigma an cos of n pi by lx plus bn sin of n pi by lx. ഇതിൻ്റെ സമ്മാണ് എഫ് ഓഫ് എക്സ് എന്ന് സങ്കല്പിക്കുക. എന്താണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ്? ലെഫ്റ്റ് സൈഡ് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, റൈറ്റ് സൈഡ് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് എക്സിന് കൺവെർജ് ചെയ്യുന്ന ആ പോയിന്റിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂവിന് ഇത് കൺവെർജൻറ്റ് ആണെങ്കിൽ ഓക്കെ, ആ എക്സ് എന്നുള്ള വാല്യൂവിന് ഇവിടെ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ റൈറ്റ് സൈഡിൽ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫിനിറ്റ് സീരീസും സെയിം വാല്യൂസ് ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സി ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ടൈലർ സീരീസ് 1/1 മൈനസ് എക്സ് എന്ന് പറയുന്ന ടൈലർ സീരീസ് 1 plus x plus x square plus etc. This is the Taylor expansion or Maclaurin expansion of 1/1 minus x, and this is valid for mod x less than 1. ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്.
ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? 1/1 - x എന്ന് പറയുന്ന ഇടതുവശത്തുള്ള ഈ ഫംഗ്ഷൻ, സി ലുക്ക് അറ്റ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 1. എക്സ് 1 അല്ലെങ്കിൽ എല്ലാ എക്സിനും, 1 അല്ലാത്ത എല്ലാ എക്സിനും 1/1 - x ഒരു വാല്യൂ തരുന്നുണ്ട്. പക്ഷേ ആ എല്ലാ എക്സിനും ഈ 1/1 - x ഇതിനോട് ഈക്വൽ ആവില്ല. എപ്പോൾ മാത്രമേ ഈക്വൽ ആവുള്ളൂ? മോഡ് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ ഇത് ഈ സീരീസുമായിട്ട് എഗ്രി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിലും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഈക്വൽ ടു ഒരു ഇൻഫിനിറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ, അവർ രണ്ടുപേരും എഗ്രി ചെയ്യുന്ന ആ പോയിന്റിൽ മാത്രമാണ് ആ ഇക്വാളിറ്റി വരുന്നത്. എല്ലാത്തിടത്തും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെപ്പറേറ്റ് വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ എക്സ്പ്രഷനിൽ തന്നെ, സി ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു സം 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/1 - xന് വാല്യൂ ഉണ്ട്, അത് -1 ആണ്. പക്ഷേ 2 എന്ന് റൈറ്റ് സൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 + 2 + 2² + എക്സെട്ര എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ഡൈവർജന്റ് സീരീസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ബിഗർ ദാൻ 1 ദാറ്റ് നെവർ കൺവേർജ്. ഓക്കെ, അപ്പോൾ ആ ഒരു ആശയം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ട്രിഗണോമെട്രിക് സീരീസ്, അതായത് ഫൊറിയർ സീരീസിൻ്റെ ജനറൽ ഫോമാണ് ഇത്. കോസ് ടേംസും ഉണ്ട്, സൈൻ ടേംസും ഉണ്ട്, കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. കോൺസ്റ്റൻറ്റ് ടേം ആണ് a0/2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, കൊസൈൻ ടേംസിൻ്റെ കോഎഫിഷ്യൻസ് an, സൈൻ ടേംസിൻ്റെ കോഎഫിഷ്യൻസ് bn. ഓക്കെ, അപ്പോൾ ഈ ട്രിഗണോമെട്രിക് സീരീസ് അഥവാ ഈ ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ ഈ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്? ഈ കോഎഫിഷ്യൻസ് കണ്ടാൽ മതി, അഥവാ a0, an, bn. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. കോസ് ഓഫ് nπ/Lx, സൈൻ ഓഫ് nπ/Lx, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ അൺനോൺ ആയിട്ട് കിടക്കുന്നത് a0, an, bn. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കാണുക എന്ന് പറയുമ്പോൾ we need to determine the coefficients a0, an, bn. Okay, ans are the cosine coefficients and bns are the sine coefficients, and a0 is a constant term. Okay, and they commonly known as Fourier coefficients. So Fourier series determine ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fourier coefficients determine ചെയ്യലാണ്. So to determine Fourier series, we need to determine the terms a0, an, and bn. They are called the Fourier coefficients of the function f of x. ഓക്കെ, ഇനി ഇത് എങ്ങനെ കാണും? ഇത് കാണാൻ വേണ്ടി നമുക്ക് കൊസൈൻ്റെയും സൈനിൻ്റെയും മറ്റൊരു പ്രോപ്പർട്ടി കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ്. ആദ്യം നമുക്കൊരു ഡെഫിനിഷൻ പരിചയപ്പെടാം. നോൺ ആസ് ദ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിസ് ഇൻ്റഗ്രൽ. ഓക്കെ, the standard inner product of two functions u and v, and that is denoted by the symbol pair uv. Okay, pair uv on the interval ab is defined as pair uv equal to integral of the product u of x into v of x on the interval ab. So integral a to b u of x into v of x dx. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ്, അപ്പോൾ ഇത് ഇൻ്റഗ്രബിൾ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് പറയാം. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ, ഏത് ഇൻ്റർവെല്ലിലാണോ നമ്മൾ ഈ ഇന്നർ പ്രോഡക്റ്റ് കാണാൻ ഉദ്ദേശിക്കുന്നത് ആ ഇൻ്റർവെൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ നമ്പർ കിട്ടും. ആ റിയൽ നമ്പർ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് പെയർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ജനറൽ കോൺസെപ്റ്റാണ്. വെക്റ്റർ കാൽക്കുലസിൽ നിങ്ങൾ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇന്നർ പ്രോഡക്റ്റ്. ആക്ച്വലി ആ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസിനെ അബ്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ജനറൽ കോൺസെപ്റ്റാണ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് കുറേ പ്രോപ്പർട്ടീസൊക്കെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സ്കെലാർ ഫംഗ്ഷനാണ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രലിനെയാണ് ആ രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കറിയാം വെക്റ്റേഴ്സിൽ തന്നെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഓർത്തോഗണാലിറ്റി നമ്മൾ പറയുന്നത് ആ രീതിയിൽ അതിനോട് സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇന്നർ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റിന് സമാനമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണല്ലോ.
അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഓർത്തോഗണൽ ആവുക, ഇൻ്റർവെൽ എ ബിയിൽ രണ്ട് ഫംഗ്ഷൻ ഓർത്തോഗണൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആണെങ്കിൽ യുവും വിയും അവരുടെ ഇന്നർ പ്രോഡക്റ്റ് സീറോ ആണെങ്കിൽ വി സേ ദാറ്റ് ദ ടു ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. So the functions u and v are said to be orthogonal on the interval ab if their inner product is 0. That is, if integral a to b u of x into v of x dx equal to 0. അടുത്ത കോൺസെപ്റ്റ്, എ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ഈസ് സെഡ് ടു ബി മ്യൂച്വലി ഓർത്തോഗണൽ. ഓക്കെ, ഇഫ് ഈച്ച് പെയർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് ഇൻ ദ സെറ്റ് ഈസ് ഓർത്തോഗണൽ. അപ്പോൾ ഒരു കളക്ഷൻ, അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് മ്യൂച്വലി ഓർത്തോഗണലാണ് പറയുകയാണെങ്കിൽ ആ കളക്ഷനിലുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എടുത്ത് കഴിഞ്ഞാലും അവരുടെ ഇന്നർ പ്രോഡക്റ്റ് സീറോ ആയിരിക്കണം, അഥവാ അവർ ഓർത്തോഗണൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഫൊറിയർ സീരീസിൽ ഇൻവോൾവ് ചെയ്യുന്ന അങ്ങനെയുള്ള കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ്, സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ അതൊരു കളക്ഷനാണ്. ഓക്കെ, കൂടെ നമുക്ക് കോൺസ്റ്റൻറ്റ് വണ്ണും കൂടെ എടുക്കാം. 1, കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ്, സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഫോർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് കളക്ഷൻ ആണല്ലോ, ആ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ആണല്ലോ. അപ്പോൾ ഈ കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് ഓർത്തോഗണൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കളക്ഷൻ ഓഫ് ഫങ്ഷൻസിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞ് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് സീറോ ആവണം, അഥവാ അവർ ഓർത്തോഗണൽ ആവണം. ആക്ച്വലി സൈനിനും കോസിനും ആ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഎഫിഷ്യൻസ് വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് മീ explain the concept of orthogonality of the sines and cosine. See, this is the orthogonality property of sines and cosines. The collection 1, എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 1, sin of n pi by lx, cos of n pi by lx, where n equal to 1, 2, 3 etc. is a collection of mutually orthogonal functions on the interval negative l to l. Negative l to l എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിൽ ഈ കളക്ഷൻ ഒരു മ്യൂച്വലി ഓർത്തോഗണൽ സിസ്റ്റമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ഷനകത്തുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും ഓർത്തോഗണൽ ആയിരിക്കും, അഥവാ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ -l to l പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ 0 വരും. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് കോസിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് കാണാം. അതിന് n-ന് 0 എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ n-ന് 1, 2, 3 എന്ന് എഴുതിയത് കൊണ്ടാണ് ആ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഞാൻ സെപ്പറേറ്റ് ഇവിടെ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ these equations are the conclusion of this result. Okay, this equation saying that this collection is mutually orthogonal. ഓക്കെ, കാരണം ആദ്യത്തെ ഇക്വേഷൻ നോക്കൂ, സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ -l to l 0 ആണ്. എന്തുകൊണ്ടാണത്? ഇത് ഇതിൻ്റെ ഓർത്തോഗണാലിറ്റി തന്നെയാണ് അത് പറയുന്നത്. കാരണം ഇവിടെ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് എന്ന് പറയുന്ന ഈ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത്. അതുപോലെ 1-ൻ്റെയും കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഓർത്തോഗണൽ ആയതുകൊണ്ട് അത് 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് 0 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതുപോലെ ഇതിനകത്തുള്ള വേറെ രണ്ട് ഫംഗ്ഷൻസ്, അത് കോസ് ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും എടുക്കുക. ഒരു കോസ് ഫംഗ്ഷനും ഒരു സൈൻ ഫംഗ്ഷനും, ഉറപ്പായിട്ടും അവർ രണ്ടുപേരും ഡിഫറെൻ്റ് ആണല്ലോ, ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. ഫോർ എവറി എം ആൻഡ് എൻ ദേ ആർ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ എവറി m, n ഇൻ്റഗ്രൽ ഓഫ് ദിസ് പ്രോഡക്റ്റ് വിൽ ബി 0. ഓക്കെ, ഇനി സൈൻ ഫങ്ഷൻസ് എടുക്കാം. രണ്ട് സൈൻ ഫങ്ഷൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെങ്കിൽ ഈ എടുത്തിരിക്കുന്ന n ഡിഫറെൻ്റ് ആയിരിക്കണം അല്ലേ? അപ്പോൾ സൈൻ എം പൈ ബൈ എൽ എക്സും സൈൻ എൻ പൈ ബൈ എൽ എക്സും ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആവുന്നത് m-ഉം n-ഉം ഈക്വൽ അല്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ ഈ m-ഉം n-ഉം ഈക്വൽ അല്ലാതെ വരുമ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ, ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി 0. m-ഉം n-ഉം ഈക്വൽ ആകുമ്പോൾ യു ക്യാൻ കമ്പ്യൂട്ട് ഇറ്റ് ആസ് l. ഓക്കെ, സിമിലർലി കോസിൻ്റെയും പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് കോസുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോഡക്റ്റ് -l to l 0 വരും. സെയിം കോസുകളാണെങ്കിൽ, അഥവാ m-ഉം n-ഉം ഈക്വൽ ആകുമ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ L തന്നെ വരും. സോ ദിസ് എക്സ്പ്ലെയിൻസ് ദി ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഓഫ് ദ കളക്ഷൻ ഓഫ് സൈൻസ് ആൻഡ് കൊസൈൻസ്. ഓക്കെ, ഇത് ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. ഇത് പ്രൂവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടേഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ. അത് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ ഇത് ഡയറക്റ്റ് ഇൻ്റഗ്രേഷനാണ്. ആദ്യത്തെ ഈ പെയർ ഓഫ് ഇക്വേഷൻസ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ വഴി നിങ്ങൾക്ക് കാണാം. രണ്ടാമത്തേതും നോക്കൂ, കോസ് ഇൻറ്റു സൈൻ ആണല്ലോ. ഈ കോസ് ഇൻറ്റു സൈൻ എന്നുള്ള പ്രോഡക്റ്റ് ഫോമിനെ നമുക്ക് സം ഫോമിലേക്ക് എഴുതാമല്ലോ. സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി
എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ കോസിൻ്റെയും സൈൻ്റെയും പ്രോഡക്റ്റായിട്ട് കിട്ടും. അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് എഴുതിയാൽ മതി. സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് സൈൻ എ കോസ് ബി എന്നുള്ള അതിൻ്റെ 2 ടൈംസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ പ്രോഡക്റ്റിനെ സം ഫോമിലേക്ക് എഴുതിയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് 0 ആണെന്ന് കാണാൻ പറ്റും. അതുപോലെ ഈ പ്രോഡക്റ്റിനെയും രണ്ട് കോസുകളുടെ പ്രോഡക്റ്റിനെയും സം ഫോമിലേക്ക് മാറ്റുക. കോസ് എ കോസ് ബി എന്നാണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ കോസ് ഓഫ് എ പ്ലസ് ബിയും കോസ് ഓഫ് എ മൈനസ് ബിയും കൂടെ കമ്പൈൻ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്രഷൻ കാണാം. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദീസ് 2 വാല്യൂസ്. ഓക്കെ. അതുപോലെ തന്നെ സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിനും സം ഫോം എഴുതിയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷനിലൂടെ ഈ റിസൾട്ടുകളെല്ലാം കാണിക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യം ഈ റിസൾട്ടാണ്. ഓക്കെ. ഈ സിസ്റ്റം ഓർത്തോഗണലാണ്. ഈ സിസ്റ്റം ഓർത്തോഗണലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്: ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 0 വരും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ഓർത്തോഗണാലിറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഓർത്തോഗണാലിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഫൊറിയർ കോഎഫിഷ്യൻസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നത് എന്ന് നോക്കാം. We can determine the Fourier coefficients using orthogonality of the system 1 cos of n pi by lx sin of n pi by lx n equal to 1 2 3 etc. ഇതിന് വേണമെങ്കിൽ ഒരു ട്രിഗണോമെട്രിക് സിസ്റ്റം എന്നൊക്കെ പറയാം കേട്ടോ. എനിവേ, എങ്ങനെയാണ് നമ്മൾ കാണുന്നത് നോക്കാം. എന്താണ് ഫൊറിയർ സീരീസിൻ്റെ ഫോം? സോ suppose f of x equal to a0 by 2 plus sigma an times cos of n pi by lx. കൊസൈൻ ടേംസിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എ എൻ. അതുപോലെ സൈൻ ടേംസിൻ്റെ കോയഫിഷ്യൻറ്റിനെ നമ്മൾ ബി എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ബി എൻ ടൈംസ് സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ്. ഓക്കെ. സോ ദിസ് ഇസ് ദ Fourier expansion of f of x. Okay, suppose this Fourier series converges to f of x. ഇനി നമുക്ക് ഈ a0ഉം a n ഉം b n ഉം കാണാൻ എങ്ങനെ ഇതിൻ്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് a0ഉം a n ഉം b n ഉം കാണാമെന്ന് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഫംഗ്ഷനെ രണ്ട് സൈഡിലും ഇത് കൺവെർജൻ്റ് ആണല്ലോ. സോ കൺവെർജൻ്റ് സീരീസിനെ നമ്മൾ ഒരു സ്വാതന്ത്ര്യം കൂടെ ഇവിടെ എടുക്കുന്നു. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, ടേം ബൈ ടേം ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം കഴിയുന്ന ഒരു സീരീസാണ് എന്നും കൂടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഫംഗ്ഷനെ ത്രൂ ഔട്ടായിട്ട് നെഗറ്റീവ് എൽ ടു എല്ലിൽ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. നൗ ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് എൽ ടു എല്ലിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എൽ ടു എല്ലിൽ ടേം ബൈ ടേം ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ മൈനസ് എൽ ടു എൽ എ നോട്ട് ബൈ 2 ഡി എക്സ് പ്ലസ് സിഗ്മ. ഇവിടെ ഇതിന് ടേം ബൈ ടേം ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ സിഗ്മയ്ക്ക് ഉള്ളിൽ കയറി നമുക്ക് ഇൻറ്റഗ്രേഷൻ നടത്താം. സോ സിഗ്മ എൻ ഫ്രം 1 ടു ഇൻഫിനിറ്റി. ഇവിടെ എ എൻ ടൈംസ്, അപ്പോൾ എ എൻ കോൺസ്റ്റൻ്റ് ആണ്. സോ എ എൻ ടൈംസ് ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് dx plus bn times integral minus L to L sin of n pi by Lx dx. ഓക്കെ. അപ്പോൾ നോക്കൂ, ഇനി ഇവിടെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഇൻ്റഗ്രൽ 0 ആണ്, ഈ ഇൻ്റഗ്രലും 0 ആണ്. അപ്പോൾ ഈ സീരീസ് എക്സ്പാൻഷനിലുള്ള ഇൻ്റഗ്രൽസ് എല്ലാം 0 വരും. ഏത് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ? ഈ ആദ്യത്തെ ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അതിൽ a0 by 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് a0 by 2 ടൈംസ് ലെങ്ത് ഓഫ് ദിസ് ഇൻ്റർവൽ, ദാറ്റ് ഈസ് 2l. സോ വി ഹാവ് L times a0 or a0 into L. അപ്പോൾ ഇതിൽ നിന്ന് a0ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. Therefore we can obtain the expression for a0 as a0 equal to 1 by L times integral minus L to L f of x dx. ഓക്കെ. അപ്പോൾ ഫൊറിയർ കോഎഫിഷ്യൻറ്റിലെ ആദ്യത്തെ ഫൊറിയർ കോഎഫിഷ്യൻ അഥവാ കോൺസ്റ്റൻ്റ് ടേം a0 കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. ആ ഫൊറിയർ സീരീസ് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്, ആ ഫംഗ്ഷനെ മൈനസ് എൽ ടു എല്ലിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാട്ട് ഈസ് ദിസ് എൽ? ദിസ് എൽ ഈസ് നത്തിങ് ബട്ട് ദ ലെങ്ത് ഓഫ് ദി ഹാഫ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഇൻ്റർവൽ. ഓക്കെ. ഈ എല്ലിൻ്റെ ഡബിളാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ പീരിയോഡ്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ പീരിയോഡിൻ്റെ പകുതിയാണ് എൽ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ 2l പീരിയോഡിക് ആയിരിക്കണം. ഓക്കെ. സോ a0 വിൽ ബി ഈക്വൽ ടു 1 by L ടൈംസ് ഇൻ്റഗ്രൽ മൈനസ് L to L f of x dx. സോ ഇനി നമുക്ക് നോക്കാം an എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. Now to determine an എന്ന് പറയുമ്പോൾ കൊസൈൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ എനിക്ക് a1 a2 a3 ഇതൊക്കെ കാണണം. a1 കാണാൻ എന്താ ചെയ്യുന്നത്? ഞാൻ a1 കാണാൻ ഈ a1ൻ്റെ കൂടെയുള്ള കോസ്, അതായത് കോസ് പൈ ബൈ എൽ ആണ്. അപ്പോൾ an കാണണമെങ്കിൽ എനിക്ക് കോസ് എൻ പൈ ബൈ എൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടു ഡിറ്റർമിൻ an എന്നുള്ളതിന് പകരം ഞാനൊരു കാര്യം ചെയ്യുന്നു. ഫോർ എ ഗിവൺ n, സോ am എന്നാക്കുന്നു കേട്ടോ.
to determine am. So m fix ചെയ്തു for a fixed m. Okay, for a fixed m we consider, okay, we consider integral of f of x into cos of m pi by lx. ഓക്കെ, അപ്പോൾ ഒരു എം ഫിക്സ് ചെയ്തു. ആ എം ഫിക്സ് ചെയ്തിട്ട് ആ എം എന്ന് പറയുന്നത് 1 ആകാം. 1 ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് A1 കിട്ടും. 2 ആണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ A2 കിട്ടും. എനിവേ ഐ എം ഫിക്സിങ് ആൻ എം. എന്നിട്ട് എന്ത് ചെയ്തു, ആ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊസൈൻ ഫംഗ്ഷൻ കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഓൺ ദി ഇൻ്റർവൽ -L to L. ഓക്കെ, -L to L എഫ് ഓഫ് എക്സിൻ്റെ കോസ് ഓഫ് എം പൈ ബൈ എൽ എക്സ് ഡി എക്സ്. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്തൊക്കെ ചേഞ്ചസ് വരാൻ നോക്കാം. ഇൻ്റഗ്രൽ -L to L A0/2നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ A0/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഐ ആം ടേക്കിംഗ് ഇറ്റ് ഔട്ട് സൈഡ് ടൈംസ് കോസ് ഓഫ് എം പൈ ബൈ എൽ എക്സ്, ഓക്കെ, ഡി എക്സ് പ്ലസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ടേം ബൈ ടേം ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സോ സിഗ്മ എൻ ഫ്രം 1 to infinity എ എൻ കോൺസ്റ്റൻറ്റ് എ എൻ ഇൻറ്റു ഇൻ്റഗ്രൽ -L to L കോസ് എൻ പൈ ബൈ എൽ എക്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്, കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ്, ഓക്കെ, ഇൻറ്റു കോസ് ഓഫ് എം പൈ ബൈ എൽ എക്സ് ഡി എക്സ്, ഓക്കെ, പ്ലസ് ബി എൻ ടൈംസ് ഇൻ്റഗ്രൽ -L to L സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു cos of എം പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നോക്കൂ, ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. ഇവിടെ ഈ ഇൻ്റഗ്രൽ 0 ആയിട്ട് വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A0/2 ഇൻറ്റു 0, ഇത് 0 ആയി, പ്ലസ് സിഗ്മയ്ക്കകത്ത് എന്താ സംഭവിക്കുക, സിഗ്മയ്ക്കകത്ത് ഈ ഇൻ്റഗ്രൽ എന്താണ് വരുന്നത് നമുക്കറിയാം. കോസ് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എം പൈ ബൈ എൽ എക്സിൻ്റെ ഈ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്നും എമ്മും ഡിഫറൻ്റ് ആണെങ്കിൽ അത് 0 ആയിട്ട് പോകും. അപ്പോൾ ഈ സീരീസിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ n 1 എം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള എം ആവുന്ന സമയത്ത് മാത്രമേ ഇത് നോൺ സീറോ വരുള്ളൂ. ബാക്കി എല്ലാ എന്നിനും 0 വരും. സോ വെൻ n ഈക്വൽ ടു എം ദിസ് ഇൻ്റഗ്രൽ വാല്യൂ വിൽ ബി എൽ. അപ്പോൾ എന്നിന് എം കൊടുക്കുമ്പോൾ അഥവാ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എ എം ഇൻറ്റു ഇൻ്റഗ്രൽ -L to L cos എം പൈ ബൈ എൽ എക്സ് ഇൻറ്റു കോസ് എം പൈ ബൈ എൽ എക്സ്, അതിൻ്റെ വാല്യൂ എൽ ആണ്. സോ എ എം ഇൻറ്റു എൽ എന്ന് വരും. ഇവിടെ ബി എൻ ഇൻറ്റു 0യും വരും, കാരണം സൈൻ ഇൻറ്റു കോസ് എന്നും എമ്മും ഏതാണെങ്കിലും ഈ പ്രോഡക്റ്റിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, ബിക്കോസ് ഓഫ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ ഈ ഇൻഫിനിറ്റ് സീരീസിൽ ഏത് ടേം മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ, n ഈക്വൽ ടു എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് വിൽ ബി എ എം ടൈംസ് എൽ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എ എം ഇൻറ്റു എൽ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എ എം കണ്ടുപിടിക്കാം. എ എം വിൽ ബി ഈക്വൽ ടു, സോ ദിസ് വിൽ ഗിവ് യു ദാറ്റ് എക്സ്പ്രഷൻ ഫോർ എ എം will be equal to 1 by L times integral -L to L f of x into cos of m pi by Lx dx. Okay, so this is the expression for the Fourier coefficient am, that is the cosine coefficient. അപ്പോൾ cosine termsലെ mth coefficient എന്ന് പറയുന്നത് it is given by this one. അപ്പോൾ an ആണെങ്കിലോ 1 by L integral -L to L f of x into cos of n pi by Lx dx. ഇനി ഇതുപോലെ നമുക്ക് ബി എം കാണാം. സോ ടു ഡിറ്റർമിൻ ബി എം വി മേ ഫിക്സ് എം. ഫോർ എ ഫിക്സഡ് എം വി ഹാവ് ഇൻ്റഗ്രൽ -L to L എഫ് ഓഫ് എക്സ് ഇൻറ്റു നേരത്തെ കോസ് ആണ് എടുത്തത്, ഇവിടെ സൈൻ എടുക്കുക. ഓക്കെ, സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് A0/2 ഇൻറ്റു ഇൻ്റഗ്രൽ -L to L സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ് ഡി എക്സ് പ്ലസ് സിഗ്മക്കകത്ത് ചെയ്യുമ്പോൾ എന്ന് വരും പ്ലസ് സിഗ്മ എ എൻ ടൈംസ് ഇൻ്റഗ്രൽ -L to L കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ്. ഓരോ ടേമിനെയും സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഡി എക്സ് പ്ലസ് ബി എൻ ടൈംസ് ഇൻ്റഗ്രൽ -L to L സൈൻ ഓഫ് n pi by Lx into sin of m pi by Lx dx. Okay, now use orthogonality property. We see that this will be 0, so A0/2 into 0 plus ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഇൻ്റഗ്രൽ നോക്കൂ, കോസ് ഇൻറ്റു സൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും എമ്മും ഏതാണെങ്കിലും ഈ ഇൻ്റഗ്രൽ വാല്യൂ 0 വരും. സോ സിഗ്മ
എൻ ഫ്രം 1 ടു ഇൻഫിനിറ്റിയിൽ എല്ലാ ടേമും 0 വരും. അപ്പോൾ പിന്നെ സിഗ്മ ഇടേണ്ട ആവശ്യമില്ല. എല്ലാ ടേമും 0 വരും. എല്ലാ എൻസിൻ്റെ കൂടെയുള്ള ഇൻ്റഗ്രൽ വാല്യൂ 0 വരും. പിന്നെ ബി എൻ ടേമുകളിൽ നോക്കൂ, ഇവിടെ സൈൻ ഓഫ് എൻ പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ് രണ്ട് സൈൻ ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ്. രണ്ട് സൈൻ ഫംഗ്ഷൻ ഡിസ്റ്റിങ്ക്റ്റ് ആവുന്നത് എമ്മും എന്നും ഡിഫറൻ്റ് ആകുമ്പോഴാണ്. അപ്പോൾ എമ്മും എന്നും ഡിഫറൻ്റ് ആകുമ്പോഴെല്ലാം ഇത് 0 വരും. എമ്മും എന്നും ഈക്വൽ ആകുമ്പോൾ, അതായത് എൻ എം ആവുന്ന സമയത്ത് ഇത് ബി എം ആവും അല്ലേ. അപ്പോൾ ആ ടേം ഏതാ വരും? സോ എ എൻ ഇൻറ്റു 0, ഈ ടേം കംപ്ലീറ്റ് 0 വന്നു. പ്ലസ് ഇവിടെ വരുന്നത് ബി എം ഇൻറ്റു സൈൻ എൻ എം ആകുമ്പോൾ, അതായത് ബി എം ഇൻറ്റു സൈൻ എം ഇൻറ്റു സൈൻ എം പൈ ബൈ എൽ എക്സ്, സൈൻ എം പൈ ബൈ എൽ എക്സ് ഇൻറ്റു സൈൻ എം പൈ ബൈ എൽ എക്സ്, ദാറ്റ് വാല്യൂ വിൽ ബി എൽ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി എം ടൈംസ് എൽ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ബി എമ്മിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ബൈ എൽ ടൈംസ് ഇൻ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് എം പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് എന്താണെന്ന് പറയാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഫ് പീരിയോഡ് 2l, ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ പീരിയോഡ് 2l ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഫ് പീരിയോഡ് 2l, then its Fourier series expansion is given by this expression, f of x equal to a naught by 2 plus sigma an cos of n pi by lx plus bn sin of n pi by lx. An's are the coefficients of cosine terms, bn's are the coefficients of sine terms, a naught is the constant term, a naught by 2 is the constant term. Where the coefficients a naught, an, bn are given by the Euler Fourier formula. ഇതാണ് നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തത്. ഈ ഫോർമുലകളെ Euler Fourier formula for the Fourier coefficients, or simply Euler formula for the Fourier coefficients എന്നാണ് പറയാം. a naught equal to 1 by l integral minus l to l f of x dx. അപ്പോൾ a naught കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ ഫംഗ്ഷനെ മൈനസ് എൽ ടു എൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. a n കിട്ടാൻ ഫംഗ്ഷനെ കോസ് ഓഫ് എൻ പൈ ബൈ എൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എ എൻ എന്ന് പറയുന്നത് കൊസൈൻ കോയഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ എ എൻ കിട്ടാൻ, കൊസൈൻ കോയഫിഷ്യൻ്റ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷനെ, ഏത് ഫംഗ്ഷൻ്റെ ആണോ നമുക്ക് ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വേണ്ടത്, ആ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് കോസ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, സിമിലർലി ബി എൻ എന്ന് പറയുന്നത് സൈൻ കോയഫിഷ്യൻ്റ് ആണ്. സൈൻ കോയഫിഷ്യൻ്റ് കിട്ടാൻ ചെയ്യേണ്ടത് ഫംഗ്ഷനെ കറസ്പോണ്ടിങ് സൈൻ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് എൽ ടു എല്ലിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ ഡിവൈഡ് ബൈ എൽ. ഓക്കെ, ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എ എന്നിൻ്റെ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് എ നോട്ട് കിട്ടും. ഇവിടെ എ എന്നിൻ്റെ ഈ ജനറൽ ഫോർമുലയിൽ എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് എ നോട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ എ നോട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് പ്രത്യേകം എഴുതിയത് കൊണ്ടാണ് ആ ഫോർമുല സെപ്പറേറ്റ് എടുത്ത് എഴുതിയത്. ഓക്കെ, സോ ദിസ് ഫോർമുല ആർ കോൾഡ് Euler formula for the Fourier coefficients, or Euler Fourier formula for the Fourier coefficients. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ Fourier സീരീസ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെപ്രസെൻറ്റേഷനാണ് കൊടുക്കേണ്ടത്. അവിടെ കോയഫിഷ്യൻസ് ഡിറ്റർമിൻ ചെയ്യാൻ ഈ ഫോർമുലകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അതിനെ ഫോറിയർ എക്സ്പാൻഷൻ എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.